Hi friends, welcome to the video. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ചിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചിട്ടാണ്. സോ ഫ്രഞ്ച് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഫ്രാൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ഒരു കൊട്ടാരത്തിൻ്റെ ദ പാലസ് ഓഫ് വെഴ്സൈലസ് എന്ന് പറയുന്ന ഒരു കൊട്ടാരത്തിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു കൊട്ടാരത്തിൻ്റെ ചിത്രം കാണാൻ പറ്റുന്നുണ്ട്. I am the state, പിന്നെ ഒരു ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. I am the state, God has given absolute power to the king over his subjects and only God has the authority to question him. ലൂയിസ് 14 പറയുന്ന ഒരു വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് I am the state, which means ഞാനാണ് രാഷ്ട്രം. സ്റ്റേറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ സ്റ്റേറ്റ് എന്ന് നമ്മൾ ഹിസ്റ്ററിയിൽ പറയുന്ന സമയത്ത് രാഷ്ട്രം എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ലൂയിസ് 14 പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് രാഷ്ട്രം, അതായത് മെയിൻ ആയിട്ടുള്ള കുളാണ്ടർ ഞാനാണ്, മീൻസ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ ഞാനാണ്. ദൈവം എനിക്കാണ് എല്ലാത്തിനുമുള്ള അധികാരം തന്നിട്ടുള്ളത്. ഓക്കെ, അത് മാത്രമല്ല എന്നെ ചോദ്യം ചെയ്യാനായിട്ട് വേറെ ഒരാൾക്കും അധികാരമില്ല, എൻ്റെ ദൈവത്തിന് മാത്രമേ എന്നെ ചോദ്യം ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രാജാവിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്വാധീനത്തെ പറ്റി, അല്ലെങ്കിൽ രാജാവിനുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള ആഫ്റ്റർ മീ ഡെലൂജ് എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ടുള്ളത് ലൂയിസ് 15 ഓക്കെ, അതായത് എനിക്ക് ശേഷം പ്രളയം എന്നാണ് പറയുന്നത്. ഡെലൂജ് മീൻസ് എല്ലാതും സർവ്വതും നശിച്ചു പോകും, ഞാനില്ലെങ്കിൽ പിന്നെ സർവ്വതും നശിച്ചു പോകും എന്നാണ് നമ്മുടെ ലൂയിസ് 15 പറയുന്നത്. അടുത്ത മേരി അന്റോയിനറ്റ് എന്ന് പറയുന്ന ഒരു സ്ത്രീ പറയുന്നു, ഇഫ് ദേ കാൻറ്റ് ഈറ്റ് ബ്രെഡ് ലെറ്റ് ദം ഈറ്റ് കേക്ക്. അവർക്ക് ബ്രെഡ് കഴിക്കാനില്ലെങ്കിൽ പോയിട്ട് കേക്ക് തിന്നോട്ടെ എന്ന് കളിയാക്കുന്നത് പോലെ പറയുന്നുണ്ട്. ആഹാ, അഹങ്കാരി. നോക്കാം എന്താണ് ഇവിടെ സംഭവം ഉള്ളത്. ഓക്കെ, the statements made by the rulers of France in the 17th and 18th centuries and the pictures of Versailles Palace, which was the center of their power, are given. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്, കുറെ രാജാക്കന്മാരും രാജ്ഞിമാരൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ലൂയിസ് 14 ലൂയിസ് 15 എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും പേരുകൾ കൊടുത്തിട്ടുള്ളത് ചില ജനറേഷൻ്റെ ഒക്കെ ബേസിലാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിൽ തന്നെ രാജാക്കന്മാരുണ്ടായിരുന്നു. ഓക്കെ, തിരുവിതാംകൂർ മഹാരാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു എന്നറിയാം. അവിട്ടൻ തിരുനാൾ, മൂലൻ തിരുനാൾ, ചിത്തിര തിരുനാൾ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് അവർ ജനിച്ച മാസത്തിന്റെ ബേസിലാണ് അങ്ങനെ പേരുകൾ വന്നിട്ടില്ല. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെ 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട് പേരുകളുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓട്ടോക്രാറ്റിക് റൂളേഴ്സ് ആയിരുന്നു, അതായത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അവർ ഭരിച്ചിരുന്നത്. റൂളേഴ്സ് വെർ സ്ക്വാൻഡേഴ്സ്, അവർ ഭയങ്കര ധൂർത്തന്മാരായിരുന്നു. അവർക്ക് തോന്നിയ പോലെ അവർക്ക് ആവശ്യമുള്ളത് എന്തും എടുക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. What could be the plight of the people under such rules? Okay, rule. അത്തരത്തിലുള്ള ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമത്തിന്റെ ബേസിലുള്ള ആളുകളുടെ ജീവിതം എങ്ങനെയായിരിക്കും? വാട്ട് കുഡ് ബി ദ പ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ദുരിതങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതല്ലോ, ഭയങ്കര രാജാക്കന്മാര് അവർക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ രാജാക്കന്മാർ എന്താ ചെയ്യേണ്ടത്? ശരിക്കും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രജകൾക്കാണ്. പക്ഷെ പ്രജകളുടെ കാര്യത്തിൽ ഇമ്പോർട്ടൻസ് ഇല്ലാതെ രാജാക്കന്മാരുടെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന രാജാക്കന്മാരെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, in France, 9/10 of the population died of hunger and 1/10 of indigestion. അതായത് ഫ്രാൻസിൽ 9 പേരും മരിച്ചിരുന്നത് ഭക്ഷണം കിട്ടാതെയാണ്, പട്ടിണി കിടന്നിട്ടാണ് 9 പേര് മരിച്ചിരുന്നത്. പക്ഷേ 1% ആളുകൾ മരിച്ചിരുന്നത് ഭക്ഷണം കഴിച്ചത് കൂടിപ്പോയിട്ട് ദഹിക്കാണ്ടാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 9% അല്ലെങ്കിൽ 9 പേരെന്ന് പറയുന്ന 9% അല്ല കേട്ടോ, 9 പേർ എന്ന് പറഞ്ഞാൽ ഏകദേശം 90% ആളുകൾ. 90% ആളുകളും നമ്മുടെ എങ്ങനെയാണ് മരിച്ചിരുന്നതെന്ന് പറയുന്നത് ഭക്ഷണം കിട്ടാതെയാണ് എന്ത് ചെയ്തിരുന്നത് മരിച്ചിരുന്നത്. പക്ഷേ വളരെ കുറവ് ആളുകൾ മാത്രം, അതായത് ഒരു 10% ആളുകൾ മാത്രമായിരുന്ന രാജാക്കന്മാർ അല്ലെങ്കിൽ പ്രഭുക്കന്മാർ പുരോഹിതന്മാരൊക്കെ ഭക്ഷണം കഴിച്ചത് കൂടിപ്പോയിട്ട് ദഹിക്കാണ്ടാണ് എന്ന് പണി നിൽക്കാണ്ടാണ് മരിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. It is clear from this that while the majority in France live in misery, a majority including the rulers
led a life of luxury and extravagance. അതായത് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വളരെ കഷ്ടപ്പെട്ടിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ റൂളേഴ്സ് ഭയങ്കരമായിട്ടുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള എക്സ്ട്രാവേഗൻ്റ് ആയിട്ടുള്ള അവർക്ക് തോന്നിയ പോലെ ലക്ഷൂറിയസ് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്കറിയാലോ, നല്ല രീതിയിലുള്ള ഭക്ഷണം, രാജകീയമായിട്ടുള്ള വസ്ത്രങ്ങൾ, ഇതൊക്കെ ധരിച്ചിട്ട് അതിനെ ജീവിച്ചിരുന്നത്. ഓക്കെ, this situation was the result of the social and economic inequality that existed in France. ഓക്കെ, അപ്പോൾ ദിസ് സിറ്റുവേഷൻ വാസ് ദ റിസൾട്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായിരുന്നത്? അവിടെ സാമൂഹികപരമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടും ഇൻഇക്വാലിറ്റി ഉണ്ടായിരുന്നു. ഇൻഇക്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈക്വൽ അല്ലായ്മ, തുല്യത ഇല്ലായ്മ ഉണ്ടായിരുന്നു. ഓക്കെ, അസമത്വം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. Okay, the French society was divided into 3 strata and they were known as the estate. അപ്പോൾ ഫ്രഞ്ച് സമൂഹത്തെ 3 ആയിട്ട് തരംതിരിച്ചിരുന്നു, 3 തട്ടുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ പറയുന്നതാണ് എസ്റ്റേറ്റുകൾ. നമ്മൾ എസ്റ്റേറ്റുകൾ എന്നൊക്കെ പറയുന്ന സമയത്ത് കാപ്പിത്തോട്ടം, തേയിലത്തോട്ടം, തേയിലയുടെ എസ്റ്റേറ്റ്, റബ്ബർ എസ്റ്റേറ്റ് എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു സംഭവത്തിനാണ് ഇവിടെ എന്ത് പറയുന്നത്? എസ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. നോക്കാം, അപ്പോൾ 3 എസ്റ്റേറ്റുകളാണ്. ഫ്രഞ്ച് സൊസൈറ്റിനെ 3 ഭാഗങ്ങളായിട്ട്, 3 എസ്റ്റേറ്റുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നോക്കാം, ഇവിടുത്തെ പ്രത്യേകതകൾ നോക്കാം. ഫസ്റ്റ് എസ്റ്റേറ്റിലാണ് ക്ലർജി ഉണ്ടായിരുന്നത്. ക്ലർജി ഉണ്ടായിരുന്നത്. ഓക്കെ, ക്ലർജി എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരാണ് ക്ലർജി എന്ന് പറയുന്നത്. അടുത്ത നൊബിലിറ്റിയാണ്, പ്രഭുക്കന്മാരാണ് നൊബിലിറ്റി എന്ന് പറയുന്നത്. തേർഡ് എസ്റ്റേറ്റിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. ഓക്കെ, നമുക്ക് നോക്കാം ഇവരുടെ സവിശേഷതകൾ എന്തൊക്കെയാണുള്ളത്. ഫസ്റ്റ് എസ്റ്റേറ്റിലുള്ള പുരോഹിതന്മാരുടെ പ്രത്യേകതകൾ, അവര് വാസ്റ്റ് ആയിട്ടുള്ള വിശാലമായിട്ടുള്ള ഭൂമി കൈവശം വെച്ചിരുന്നു. അതേപോലെ തന്നെ ആർക്കും ഉണ്ടായിരുന്നു? ഇവർക്കും പ്രഭുക്കന്മാർക്കും എന്തുണ്ടായിരുന്നു? വിശാലമായിട്ടുള്ള ഭൂമി കൈവശം ഉണ്ടായിരുന്നു. കളക്ടഡ് ടാക്സ് കോൾഡ് ചിതേ ഫ്രം ഫാമേഴ്സ്. ഓക്കെ, അവരെന്ത് ചെയ്തിരുന്നു? ടാക്സ് കളക്ട് ചെയ്തിരുന്നു. ആ കളക്ട് ചെയ്തിരുന്ന ടാക്സിന്റെ പേരാണ് ചിതേ എന്ന് പറയുന്നത്. ഓക്കെ, ഇവരും എന്ത് ചെയ്തിരുന്നു? ഇവരും പലതരത്തിലുള്ള ടാക്സുകൾ പിരിച്ചിരുന്നു. ആരൊക്കെയാണ്? പുരോഹിതന്മാരും പ്രഭുക്കന്മാരും. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നു എക്സെപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്. എല്ലാ നികുതിയിൽ നിന്നും ഇവരെ മാറ്റി നിർത്തിയിരുന്നു. അതായത് ഇവർക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇവർക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെയാണ് പ്രഭുക്കന്മാരും. പക്ഷേ താഴേക്കിടയിലുള്ള ജനങ്ങളുടെ അവസ്ഥ ഇതായിരുന്നില്ല. ഇനി അടുത്തത് കൺട്രോൾഡ് ഹയർ പൊസിഷൻസ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിലിറ്ററി സർവീസ്. ഓക്കെ, മിലിറ്ററി സർവീസിലും ഭരണകാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ടുള്ള പൊസിഷൻസ് ആണ് ഇവര് നിലനിർത്തി പോന്നിരുന്നത്. മിലിറ്ററി സർവീസിലും ഉണ്ടായിരുന്നു, അഡ്മിനിസ്ട്രേഷനും ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ ഇവര് പ്രഭുക്കന്മാര് മിലിറ്ററിയിലാണ് മെയിനായിട്ട് നിന്നിരുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേകതകൾ ഒന്നുകൂടി പറയാം. ക്ലർജി എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരുടെ പ്രത്യേകതകൾ, ഒരു വിശാലമായിട്ടുള്ള ഭൂമി കൈവശം വെച്ചിരുന്നു. ടിതേ എന്ന് പറയുന്ന രീതിയിൽ പറയുന്ന ഒരു പേരിലുള്ള ടാക്സ് ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരുന്നു. ഇവർക്ക് ഒരു തരത്തിലുള്ള ടാക്സും അടക്കേണ്ടി വന്നിരുന്നില്ല. അത് മാത്രമല്ല, ഭരണത്തിലും അതുപോലെ തന്നെ സൈനികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ, മിലിറ്ററിയിലൊക്കെ വലിയ വലിയ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. ഇനി സെക്കൻഡ് എസ്റ്റേറ്റിലായിട്ടുള്ള നൊബിലിറ്റി അല്ലെങ്കിൽ പ്രഭുക്കന്മാർ പറയുന്നത് അവർ മിലിറ്ററി സർവീസിലാണ് എൻഗേജ്ഡ് ഇൻ മിലിറ്ററി സർവീസ്, കളക്ടഡ് വേരിയസ് ടാക്സ് ഫ്രം ഫാമേഴ്സ്. ഓക്കെ, പലതരത്തിലുള്ള ടാക്സുകൾ നമ്മുടെ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരുന്നു, പിരിച്ചെടുത്തിരുന്നു. പിന്നെ അത് കൂടാതെ കൂലി കൊടുക്കാതെ ഫാമേഴ്സിനെ പണിയെടുപ്പിച്ചിരുന്നു. അതായത് കൂലി കൊടുക്കാതെ, എന്താ പറയുക, വേജ് കൊടുക്കാതെ കർഷകരെ പണിയെടുപ്പിച്ചിരുന്നു. ഇവർക്കും എന്താണ്? ടാക്സ് കൊടുക്കേണ്ടി വന്നിരുന്നില്ല. ഭയങ്കരമായിട്ടുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫാണ് നയിച്ചിരുന്നത്. ഇവരുടെ കൈവശവും വിശാലമായിട്ടുള്ള ഭൂമി ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ 2 എസ്റ്റേറ്റുകൾ പറയുന്നത്. അപ്പോൾ ഈ 2 എസ്റ്റേറ്റുകൾക്ക് എന്താണ്? ഭയങ്കരമായിട്ടുള്ള ഒരു പ്രയോറിറ്റി ഉണ്ട് എന്ന് തന്നെ പറയാം. ഓക്കെ, ഇനി 3ാമത്തെ എസ്റ്റേറ്റിൽ വരുന്നത് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. തേർഡ് എസ്റ്റേറ്റിൽ വരുന്നത് എന്താണ്? സാധാരണക്കാരായിട്ടുള്ള മിഡിൽ ക്ലാസ്, ഇൻക്ലൂഡിംഗ് ട്രേഡേഴ്സ്, writers, lawyers, officials, teachers and bankers. Okay, farmers and craftsmen. അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, റൈറ്റേഴ്സ്, എഴുത്തുകാര്, ലോയേഴ്സ്, അതുപോലെ തന്നെ എന്താണ് വക്കീലന്മാരൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഒഫീഷ്യൽസ്, കുഞ്ഞു ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾ, ടീച്ചർമാരുണ്ടായിരുന്നു, ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു, കൃഷിക്കാരുണ്ടായിരുന്നു, ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ്സ്മെൻ ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഒരു തരത്തിലുള്ള റോളും അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്നില്ല. നോ റോൾ ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഒരു തരത്തിലുള്ള റോളും അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്നില്ല. ഭരണകാര്യത്തിൽ ഒരു റോളും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ടൈലേ എന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സ് നമ്മുടെ ആർക്ക് കൊടുത്തിരുന്നു? നമ്മുടെ ഗവൺമെന്റിന് കൊടുത്തിരുന്നതാണ് ടൈലേ കേട്ടോ. അത് ചോദിക്കാറുണ്ട്. ചിതേ എന്ന് പറയുന്നത് ആരെ കളക്ട് ചെയ്തിരുന്നത്? പുരോഹിതന്മാരാണ് കളക്ട് ചെയ്തിരുന്നത്. ഇവിടെ പറയുന്നത് ടൈലേ എന്ന് പറയുന്നത് ഗവൺമെന്റിന് കൊടുത്തിരുന്നു. ഇനി ഇവർക്ക് ലോ സോഷ്യൽ സ്റ്റാറ്റസ് ആണ്, അതായത് സമൂഹത്തിന് വലിയ പദവിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ക്ലർജിക്കും നോബിൾസിനും എന്ത് ചെയ്തിരുന്നു? ഒരുപാട് തരത്തിലുള്ള ടാക്സുകൾ അവർ കൊടുത്തിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എസ്റ്റേറ്റുകളെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത്.
ഇനി ideologies inspire. Various thinkers and streams of thought in France played an important role in making the people aware of the inequalities and exploitations. Okay, അപ്പോൾ ഒരുപാട് ചിന്തകർ ഈ പറയുന്ന ഫ്രാൻസിലത്തെ ഈ ചൂഷണത്തിനെതിരായിട്ടൊക്കെ സംസാരിച്ചു വന്നു. അവരെ കുറിച്ചിട്ടാണ് പിന്നീട് പറയുന്നത്. വോൾട്ടയർ എന്താ ചെയ്തത്? റിഡിക്യൂൾഡ് ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി, അതായത് ക്ലർജിയുടെ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായിട്ട് ശബ്ദിച്ച ഒരാളായിരുന്നു, അല്ലെങ്കിൽ പരിഹസിച്ചു. നമ്മൾ ക്ലർജിനെ പരിഹസിച്ചു. എനിക്ക് നാണല്ലേ ഇങ്ങനെയായിരുന്നു ഈ പാവപ്പെട്ട കർഷകരുടെ കയ്യിൽ നിന്നൊക്കെ പിച്ച് ചട്ടി കൈയിട്ട് വരാനൊക്കെ, അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ പരിഹസിച്ചു. പ്രൊമോട്ടഡ് റാഷണൽ തിങ്കിങ്, ഐഡിയൽസ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഹ്യൂമാനിസം, കൂടുതലായിട്ട് യുക്തിചിന്ത, പിന്നെ സമത്വം, മാനവികത, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് നമ്മുടെ വോൾട്ടയർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേരുകളൊന്നും നോക്കി വെക്കണം. നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ സമയത്തും കുറെ പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വോൾട്ടയർ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ആൻഡ് വോൾട്ടയർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, യെസ്, വോൾട്ടയർ. ആൻഡ് അടുത്തത് റൂസോ പറയുന്നത് spelled out the importance of freedom with the statement man is born free but everywhere he is in chains. ഓക്കെ, അദ്ദേഹം പറഞ്ഞത് നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിനുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം കൂടി, ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞു. മനുഷ്യൻ ജനിക്കുന്നത് ഫ്രീ ആയിട്ടാണ്, വളരെ ഫ്രീ ആയിട്ടാണ് മനുഷ്യൻ ജനിക്കുന്നത്, എങ്കിൽ കൂടി ബട്ട് എവ്രിവെയർ ഹി ഈസ് ഇൻ ചെയിൻസ്, പക്ഷെ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്നാണ് പറയുന്നത്. അവനെ കെട്ടിപ്പൂട്ടിയിട്ട് കുറെ ചങ്ങലകളുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഡിക്ലെയർഡ് ദാറ്റ് ദ പീപ്പിൾ ആർ ദി സോവറിൻ. ഓക്കെ, പരമാധികാരം ജനങ്ങൾക്കാണ് എന്നാണ് പറയുന്നത്. മോണ്ടസ്ക്യൂ, അപ്പോൾ നമ്മൾ റൂസോ പറഞ്ഞു, റൂസോ ആൻഡ് മോണ്ടസ്ക്യൂ is the third one. Encouraged democracy and the republic suggested a division of powers of the government into legislature, executive and judiciary. അതായത് നമ്മുടെ ജനാധിപത്യത്തിനൊക്കെ കൂടുതലായിട്ട് ഒരു പ്രൊമോഷൻ ചെയ്ത ഒരാളായിരുന്നു മോണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അധികാരം ആർക്ക് എന്തായിട്ട് മാറ്റണം എന്ന് പറഞ്ഞു? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, നിയമനിർമ്മാണം, കാര്യനിർവഹണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ ഒരു വിധത്തിൽ തരംതിരിക്കണം എന്ന് പറഞ്ഞു. ഈ ഒരു 3 പാറ്റേണിൽ തന്നെയാണ് കറന്റ്ലി ഇപ്പൊ മിക്കവാറും എല്ലാ സ്ഥലത്തുമുള്ള ഗവൺമെന്റ് നിലനിന്ന് പോകുന്നത് കേട്ടോ. തേർഡ് എസ്റ്റേറ്റ് ടേക്സ് ദ ലീഡ്, അതായത് മൂന്നാമത്തെ എസ്റ്റേറ്റ്. നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ എസ്റ്റേറ്റിലെ പാവപ്പെട്ട ആളുകൾ, കൃഷിക്കാര്, ക്രാഫ്റ്റ്സ്മെൻ, അതുപോലെ തന്നെ ടീച്ചേഴ്സ്, പിന്നെ ബാങ്കേഴ്സ്, അങ്ങനെയുള്ള ആളുകളൊക്കെ മുന്നിലേക്ക് കടന്നു വരികയാണ് സുഹൃത്തുക്കളെ. നോക്കാം. The luxurious life and squander of the Bourbon kings, clergy and lords, and the frequent wars they waged, along with the frequent spells of drought and crop failure, brought France to the brink of bankruptcy. Okay, എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലക്ഷൂറിയസ് ലൈഫ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ രാജാക്കന്മാർ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫാണ് നയിച്ചിരുന്നത്. ഒന്നാമത്തെ കാര്യം, ക്ലർജി ലോഡ്സ് ഒക്കെ അവർ അത് മാത്രമല്ല, ഇവരെന്ത് ചെയ്തിരുന്നു? ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് യുദ്ധം ഉണ്ടാക്കാൻ നോക്കും. എവിടെയെങ്കിലും യുദ്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ പോകും, വാളും പരിചയമൊക്കെ എടുത്തിട്ട് യുദ്ധം ഉണ്ടാക്കാൻ പോകും. ഓക്കെ, അത് മാത്രമല്ല, അതിനിടയിൽ എന്തായി? വരൾച്ച ഉണ്ടായി, ഡ്രോട്ട് എന്ന് വെച്ചാൽ വരൾച്ച ഉണ്ടായി, വെള്ളം കിട്ടാതെ കൃഷിയൊക്കെ നശിച്ചുപോയി. ഓക്കെ, അപ്പോൾ ഫ്രാൻസ് ടു ദ ബ്രിങ്ക് ഓഫ് ബാങ്ക്രപ്സി. അങ്ങനെ നമ്മുടെ ഫ്രാൻസ് എന്തായി? പാപ്പരത്വത്തിന്റെ വക്കിലായി. പാപ്പരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇല്ലാത്തൊരവസ്ഥ. ഓക്കെ, അങ്ങനത്തെ അതിന്റെ വക്കീലെത്തി എന്ന് പറയുന്നത് ബ്രിങ്ക് ഓഫ് ബാങ്ക്രപ്സി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള, ഇവിടുത്തെ മാത്രമല്ല എല്ലാ രാഷ്ട്രങ്ങളിലെയും മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് കൃഷിയാണ്. ഓക്കെ, പക്ഷെ ഇവിടെ എന്തില്ല? കൃഷി തകർന്നു പോയി. ഒന്നാമത്തെ കാര്യം, അവിടെ വളർച്ചയല്ല, വരൾച്ച ഉണ്ടായിട്ട് കൃഷി തകർന്നു പോയി. അത് മാത്രമല്ല, ഇവരെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് യുദ്ധം ഉണ്ടാവുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ജയിക്കുകയാണെങ്കിൽ തോൽക്കുകയാണെങ്കിൽ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ നഷ്ടങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, തോൽക്കുമ്പോൾ അത് കൂടും, പക്ഷെ ജയിച്ചാലും തോറ്റാലും എന്തുണ്ടാവും? നഷ്ടങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നിൽക്കുകയാണ്. അത് മാത്രമല്ല, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, ആ സമയത്ത് ഒരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. The financial and military assistance given to American colonies in the American War of Independence also aggravated the financial crisis in France. അതായത് ഇവിടെ പറയുന്നത്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഫ്രാൻസ് എന്ത് ചെയ്തു? ഒരുപാട് ആർമികളിനെ എന്ത് ചെയ്തു? സൈനികരനൊക്കെ അവിടെ കൊടുത്തേച്ച് നിങ്ങൾ പോയിട്ട് യുദ്ധം ചെയ്യും നമ്മുടെ നോർത്ത് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് യുദ്ധം ചെയ്യാനായിട്ട് പറഞ്ഞു. അത് മാത്രമല്ല, കുറേ പൈസയും കോരി കൊടുത്തു. ഓക്കെ, പക്ഷേ ഇതൊന്നും എന്ത് കിട്ടിയില്ല? തിരിച്ചു കിട്ടിയില്ല. യുദ്ധം കഴിഞ്ഞ സമയത്ത് ഇതൊന്നും തിരിച്ചു കിട്ടിയില്ല. നോർത്ത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് ആ സാധനവും തിരിച്ചു കിട്ടിയില്ല. പണി വലിപ്പോയി. അപ്പോൾ അതും കൂടി ഇവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു തിരിച്ചടിയായി. ഇനി ബൂർബൻ രാജാക്കന്മാരെ എങ്ങനെ ജീവിക്കുന്നത്? ഭയങ്കരമായിട്ടുള്ള ലക്ഷൂറിയസ് ലൈഫ് അല്ലേ? ഇനി അവർക്ക് എന്ത് വേണം? പൈസ വേണം.
ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പൈസ വേണം. അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇവരെന്താ ചെയ്യുക? ഇവർ പണിക്ക് പോകും. ഇവർ മറ്റേ തൂമ്പയും കൈക്കോട്ടൊക്കെ എടുത്തിട്ട് കളിക്കാൻ പോകും? ഇല്ല, തീർച്ചയായിട്ടും ഇവർ ആരെക്കൊണ്ട് പണിയെടുപ്പിക്കും? നമ്മുടെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടു ലെവി ന്യൂ ടാക്സസ് അപ്പോൺ കോമണേഴ്സ്, സാധാരണക്കാരുടെ കയ്യിൽ നിന്നും, കോമണേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരാണ്, സാധാരണക്കാരുടെ കയ്യിൽ നിന്നും കൂടുതലായിട്ട് ടാക്സ് ഈടാക്കാനായിട്ട് ലൂയിസ് 16 ഒരു രാജാവാണ്, ഒരു പ്രഭുവാണെന്ന് പറയാം, അല്ലെങ്കിൽ പുരോഹിതനാണെന്ന് പറയാം, അവിടുത്തെ ഭരിച്ചിരുന്ന ആള് സമണ്ട് എന്ന് വെച്ചാൽ വിളിച്ചു കൂട്ടി. എന്താ വിളിച്ചു കൂട്ടിയത്? സ്റ്റേറ്റ് ജനറൽ, ഒരു സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടി. ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ റെപ്രസെന്റേറ്റീവ് ഫ്രം ഓൾ ദ 3 estates in 1789, 1789 ഈ ഒരു സഭ വിളിച്ചു കൂട്ടിയത്. എല്ലാ എസ്റ്റേറ്റുകളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സിമിലർ ടു ദ ഫ്രഞ്ച് സൊസൈറ്റി, ഫ്രഞ്ച് സമൂഹത്തിലെ പോലെ തന്നെ, നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ്സ് ജനറൽ ഓൾസോ, ആ സ്റ്റേറ്റ്സ് ജനറലിനും എന്തുണ്ടായിരുന്നു? 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ട്രഡീഷണലി, സാധാരണഗതിയിൽ പാരമ്പര്യമായിട്ട് ഈച്ച് എസ്റ്റേറ്റ് വുഡ് വോട്ട് ആസ് എ ഗ്രൂപ്പ് ആൻഡ് ഹാഡ് 1 വോട്ട്. ഓരോ എസ്റ്റേറ്റും ഗ്രൂപ്പായിട്ടാണ് വോട്ട് ചെയ്തിരുന്നത്. അതായത് ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് എന്നുള്ള രീതിയിലാണ് ചെയ്തിരുന്നത്. As a result, the nobility and the clergy could always overrule the third estate. The first 2 estates argued for estate-wise single voting system, while the third estate, the commons, demanded individual vote for each members of all the 3 estates. അപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുരോഹിതന്മാരും പ്രഭുക്കന്മാരും പറഞ്ഞു, ഒരു എസ്റ്റേറ്റിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ എസ്റ്റേറ്റ് 3ആയിട്ട് തരംതിരിച്ചെന്ന് പറഞ്ഞല്ലോ, ഓരോ എസ്റ്റേറ്റിൽ നിന്നും ഒരു വോട്ട് എന്നുള്ള സിസ്റ്റം മതി. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പുരോഹിതന്മാരും പ്രഭുക്കന്മാരാണ് എപ്പോഴും ഭരിച്ചിരുന്നത്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പറഞ്ഞു, സാധാരണക്കാരായിട്ട് കൂടുതൽ, അവർ പറഞ്ഞു അത് പറ്റില്ല, എന്ത് വേണം, ഈ ഗ്രൂപ്പിലുള്ള, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഓരോ വോട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആര് ഭരണത്തിൽ വരും? നമ്മുടെ ഈ പറയുന്ന താഴേക്കിടയിലുള്ള പാവപ്പെട്ട ആളുകൾ ഭരണത്തിൽ വരും. അപ്പോൾ അത് പറ്റില്ല എന്ന് ഇവരും പറഞ്ഞു. ഓക്കെ, അപ്പം അങ്ങനെ നോക്കട്ടോ. ഫസ്റ്റ് എസ്റ്റേറ്റിൽ എത്ര പ്രതിനിധികൾ ഉണ്ടായിരുന്നു? 285ഓളം ആളുകൾ ഉണ്ടായിരുന്നു. സെക്കൻഡ് എസ്റ്റേറ്റിൽ 308 ആളുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ തേർഡ് എസ്റ്റേറ്റിൽ എത്രയാണ്? 621. അപ്പൊ ഒന്ന് നോക്കി നോക്കിയേ, ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഫസ്റ്റ് എസ്റ്റേറ്റിൽ 285 അല്ലേ? 285 ഉണ്ട്. ഇവിടെ എത്ര ഉണ്ട്? 308 പേരുണ്ട്. 308, 8 5 8 9 10 11 12 13 23, ബാക്കി 1 9 5 593 ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്? 593 കിട്ടുന്നത്. പക്ഷെ ഇവിടെ എത്രയുണ്ട്? 621 ഉണ്ട്. അപ്പൊ ഇവര് പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് ഇൻഡിവിജ്വലി വോട്ട് വേണമെന്ന് പറഞ്ഞ് ഇവർക്ക് എത്ര വോട്ട് കിട്ടും? ടോട്ടല് 621 വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവരെന്ത് വരാൻ സാധ്യതയുണ്ട്? ഭരണത്തിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവര് പറഞ്ഞു അതൊന്നും ശരിയാവില്ല, അത് പഴയതുപോലെ തന്നെ മതി, ഓരോ എസ്റ്റേറ്റിൽ നിന്നും ഓരോ ആൾക്ക് വോട്ട് എന്നുള്ള അത് പറ്റില്ല, ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി. ഇവരെന്താ പറഞ്ഞത്? ഓരോ എസ്റ്റേറ്റിലെ ഓരോ വ്യക്തിക്കും ഓരോ വോട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അത് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ ആകേണ്ടി. While the arguments went on, അതായത് ഈ പറയുന്ന ആർഗ്യുമെന്റ്സ്, തർക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് the third estate declared themselves as the National Assembly of France. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവങ്ങളൊക്കെ, ഈ ഒരു തർക്കങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തേർഡ് എസ്റ്റേറ്റിലുള്ള ആളുകൾ എന്ത് ചെയ്തു? അവരാണ്, അല്ലെങ്കിൽ തങ്ങളാണ് ഞങ്ങൾ ഇവിടുത്തെ നാഷണൽ അസംബ്ലി എന്നവർ എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. They assembled in the tennis court nearby. അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ, ടെന്നീസ് കളിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഒത്തുകൂടിയിട്ട് എന്ത് ചെയ്തു? ആൻഡ് swore, ശപഥം ചെയ്തു, പ്രതിജ്ഞ ചെയ്തു not to leave until they had framed a constitution of France. ഫ്രാൻസിന് വേണ്ടിയിട്ട് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നത് വരെ ഇവിടെ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു പോകില്ല എന്നവര് പ്രതിജ്ഞ ചെയ്തു. ഇത് സത്യം എന്ന് പറഞ്ഞു. ഓക്കെ, ദിസ് ഇവന്റ് ഈസ് നോൺ ആസ് ദി ടെന്നീസ് കോർട്ട് ഓത്ത്. അപ്പൊ ഈ ഒരു ഇവന്റിനെ പറയുന്നതാണ് ടെന്നീസ് കോർട്ട് ഓത്ത്. അപ്പൊ എന്താണെന്ന് ചോദിക്കാം, ടെന്നീസ് കോർട്ട് ഓത്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഓത്ത് എന്നിട്ടാണ്, ഓത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദമാണ്, അല്ലെങ്കിൽ പ്രതിജ്ഞയാണ്. ഓക്കെ, അപ്പൊ എന്താണെന്ന് മനസ്സിലായല്ലോ. ഞങ്ങളാണ് ഇവിടുത്തെ ദേശീയ അസംബ്ലി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ 3ാം എസ്റ്റേറ്റിലെ ആളുകൾ എന്ത് ചെയ്തു? അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ ഒത്തുചേർന്നു. ഇതിനെയാണ് അതെന്താ പറഞ്ഞത്? ഞങ്ങൾക്കായിട്ട് ഒരു ഭരണഘടന വേണം, ഫ്രാൻസിന് ഒരു ഭരണഘടന വേണമെന്ന് പറഞ്ഞു. ഓക്കെ, യെസ്, ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നത്. അങ്ങനെ 14 തീയതി ജൂലൈ 1789 റവല്യൂഷണറീസ്, വിപ്ലവകാരികൾ stormed with the slogan Liberty, Equality and Fraternity. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഡിമോളിഷ് ദ ബാസ്റ്റൈൽ പ്രിസൺ. ഒരു പ്രിസൺ ഉണ്ടായിരുന്നു അവിടെ. പ്രിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലുണ്ടായിരുന്നു. ആ ജയിൽ അടിച്ച് തകർത്തുപോയി. ഓക്കെ, ആ ജയിലിന് പ്രത്യേകതയുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് അവർ അടിച്ച് തകർക്കാൻ കാരണം? എന്തുകൊണ്ടാണ് ജയിൽ അടിച്ച് തകർത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദ സിംബൽ ഓഫ് ബൂപ്പ മൊനാക്കി,
അതായത് ബൂർബൻ രാജാക്കന്മാരുടെ വലിയൊരു സംഭവമായിട്ട് അവർ കൊണ്ടു നടന്നിരുന്നു. ജയിലായിരുന്നു, ഈ പറയുന്ന പ്രിസൺ ആയിരുന്നു. ഏത് പ്രിസൺ? ബാസ്റ്റൈൽ എന്ന് പറയുന്നത്, പ്രിസൺ എന്ന് പറയുന്നത്. ദിസ് ഇവന്റ് ഈസ് കൺസിഡേർഡ് ആസ് ദി കമൻസ്മെന്റ് ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പോൾ ഇതിനെയാണ് ഫ്രഞ്ച് റവല്യൂഷന്റെ ആദ്യത്തെ പടിയായിട്ട് കണക്കാക്കുന്നത്. എന്നായിരുന്നു 1789 ജൂലൈ 14 കേട്ടോ. നിങ്ങൾ വർഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് വെച്ചിട്ട് പഠിക്കാനായിട്ട് നോക്കാം. സെയിം ഇയറിൽ 1789 തന്നെ ഓഗസ്റ്റ് 12 ദ നാഷണൽ അസംബ്ലി പാസ്ഡ് ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ദ സിറ്റിസൺ. നാഷണൽ അസംബ്ലി എന്ത് ചെയ്തു? നാഷണൽ അസംബ്ലി അവർ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങളാണ് ഇവിടുത്തെ ദേശീയ അസംബ്ലി എന്നൊക്കെ പറഞ്ഞില്ലേ, നാഷണൽ അസംബ്ലി ഞങ്ങളാണെന്ന് പറഞ്ഞില്ലേ ടെന്നീസ് കോട്ടോത്തിൽ. അവരെന്ത് ചെയ്തു? ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദി സിറ്റിസൺ, അതായത് അവിടുത്തെ ആളുകൾക്കുള്ള അവകാശങ്ങൾ, അവിടുത്തെ ജനതയ്ക്കുള്ള അവകാശങ്ങളും കാര്യങ്ങളൊക്കെ ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഒരു സംഭവം പുറപ്പെടുവിപ്പിച്ചു. അങ്ങനെ ഒക്ടോബർ 1789 thousands of women marched from Paris to the palace of Versailles with the slogan "Give us bread, give us bread." ഓക്കെ, അതായത് ഏകദേശം ആയിരക്കണക്കിന് സ്ത്രീകൾ ഞങ്ങൾക്ക് ബ്രെഡ് വേണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? സമരം ചെയ്തു. എവിടെ നിന്നാണ്? ഫ്രം പാരീസിൽ നിന്ന് നമ്മുടെ വെഴ്സൈലസ് കൊട്ടാരത്തിലേക്ക് സമരം ചെയ്തു. കാരണം സ്ത്രീകളാണ് എന്ത് ചെയ്യുന്നത്? ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ നോക്കുന്നത്. സോ അവർക്ക് എന്ത് വേണം? ബ്രെഡ് വേണം. ഈ ഭർത്താക്കന്മാർ പണിയും കഴിഞ്ഞ് ചോദിക്കും, ചോറ് എവിടെ, കഞ്ഞി എവിടെ എന്നൊക്കെ ചോദിക്കില്ല. ആ സമയത്ത് ഫുഡ് കൊടുക്കണം. അപ്പം നിങ്ങൾ ഇവരെന്താണ് ബ്രെഡ് ചോദിക്കുന്നത്? ബ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം, അത്രേ ഉള്ളൂ. റൊട്ടി എന്നാണ് പറയുന്നത് സാധാരണഗതിയിൽ. ഇവിടെ ആണെങ്കിൽ ഞങ്ങൾക്ക് കഞ്ഞി തരൂ എന്നാണ് പറയുക. പക്ഷെ അവിടെ ആയതുകൊണ്ട് അത് ബ്രെഡ് ആയിരുന്നു മാത്രം. ബ്രെഡ് എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ആവേണ്ട. ബ്രെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഭക്ഷണം എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ബ്രെഡ് എന്ന് പറയുന്നത് ഫോറിൻ രാജ്യങ്ങളിലൊക്കെ ബ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം എന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി ഈ ഒരു ഭാഗത്ത് കേട്ടോ. ആൻഡ് സെപ്റ്റംബർ 1792 സെപ്റ്റംബറിൽ വാട്ട് ഹാപ്പൻ? ദ നാഷണൽ കൺവെൻഷൻ ഫോംഡ് ആസ് പെർ ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ പുതിയ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ നാഷണൽ കൺവെൻഷൻ രൂപപ്പെട്ടു. അത് മാത്രമല്ല ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക് ആയിട്ട് മാറ്റുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ കഴിഞ്ഞു. പക്ഷെ കഴിഞ്ഞെങ്കിൽ കൂടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. റെയിൻ ഓഫ് ടെറർ അധിക വായനയ്ക്കുള്ളതാണ്, ഇത് നമുക്ക് പഠിക്കാനായിട്ടില്ല എങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ആദ്യം പറയാം. In July 1793, a committee of public safety was constituted to control the internal affairs of France. അതായത് 1793 Committee of Public Safety was constituted to control the internal affairs of France. ഫ്രാൻസിലെ ആഭ്യന്തര കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്തു? ഒരു കമ്മിറ്റീനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, റോബസ്പെയർ ലെഡ് ദ കമ്മിറ്റി. ഇദ്ദേഹമാണ് ഈ പറയുന്ന റോബസ്പെയർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്തുണ്ടായിരുന്നത്? ലെഡ് ദ കമ്മിറ്റി ഇൻ വിച്ച് ലീഡേഴ്സ് ലൈക്ക് മിറാബോ, ഡാന്റൺ എക്സെട്ര വെർ മെമ്പേഴ്സ്. ഇദ്ദേഹമാണ് ഈ കമ്മിറ്റി ഉണ്ടാക്കിയത്. അവിടെ ആരുണ്ടായിരുന്നു? ലീഡേഴ്സ് ആയിട്ടുള്ള മിറാബോ, അതുപോലെ തന്നെ ഡാന്റൺ എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, യൂസിങ് ഗില്ലറ്റിൻ. ഇവരെന്ത് ചെയ്തിരുന്നത്? ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട്, ഇതാണ് ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. നമ്മുടെ ജില്ലറ്റ് എന്ന് പറയില്ലേ, ജില്ലറ്റോ ഷേവ് ചെയ്യണ സാധനം ഉണ്ടല്ലോ, അതിന്റെ പരസ്യത്തിലൊക്കെ പണ്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഐ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ടല്ലോ നമ്മുടെ വിക്രമിന്റെ മൂവിയിലും ഇതേപോലെ തന്നെ ഒരു ജില്ലറ്റിന്റെ ഒരു പരസ്യമുണ്ട്. അതിലൊരു സാധനം ഇങ്ങനെ തല ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ രാജകുമാരി കാണുമ്പോൾ ഇങ്ങനെ വെട്ടുന്ന അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ ആ സാധനമാണ് ഈ സാധനം അല്ലേ, ഗില്ലറ്റിൻ എന്നൊക്കെ പറയും. ഇത് ഗില്ലറ്റിൻ എന്നാണ് ഇവിടെ പറയുന്നത്. യൂസിങ് ഗില്ലറ്റിൻ they did mass execution of suspected enemies of the revolution. അപ്പൊ ഇവരെന്ത് ചെയ്തിരുന്ന? ഈ ടീം ഉണ്ടല്ലോ, മിറാബോവും റോബസ്പെയറും ഡാന്റണൊക്കെ, ഇവരെന്ത് ചെയ്തിരുന്നു? റവല്യൂഷനിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ, അതായത് വിപ്ലവത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ എന്ന് തോന്നിയ എല്ലാവരെയും ഈ ഒരു മെഷീൻ വെച്ചിട്ട് ഇവര് കൊന്നിരുന്നു. ഓക്കെ, ഏതാ വർഷം? 1793 കേട്ടോ. ഓക്കെ, 1793. യെസ്, a lot of nobles and clergy including Louis XVI. അങ്ങനെ അവസാനം എന്തായി? ഒരുപാട് പുരോഹിതന്മാര്, പ്രഭുക്കന്മാര്, ലൂയിസ് 16 അടക്കം. ലൂയിസ് 16 ആരാണ് നോക്കിയേ? ലൂയിസ് 16 അല്ലേ വിളിച്ചു ചേർത്തത്? കമ്മിറ്റി വിളിച്ചു ചേർത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ടാക്സ് കൂടുതലാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു കൂട്ടിയ ആളുണ്ടായിരുന്നല്ലോ, അയാൾ കേട്ടോ. അപ്പൊ അയാളിനെ എന്ത് ചെയ്തു? ഒരുപാട് പ്രഭുക്കന്മാരെ അവരൊക്കെ കൊന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ലൂയിസ് 14 ഉണ്ട്, അവിടെ ലൂയിസ് 15 ഉണ്ട്. 16 നമ്മുടെ ഈ ഒരു ടാക്സ് കൂട്ടാനൊക്കെ ആയിട്ടുള്ള പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അയാളിനെ കൊന്നു. പിന്നെ ആരൊക്കെ കൊന്നു നോക്കിയേ? അദ്ദേഹത്തിന്റെ ഭാര്യയാണ് മാരി ആന്റോയിനറ്റ്. സ്ത്രീ പറഞ്ഞില്ലേ നിങ്ങളെ കയ്യിൽ ബ്രെഡ് ഇല്ലെങ്കിൽ പോയിട്ട് കേക്ക് തിന്നോളും പറഞ്ഞില്ലേ, അപ്പൊ അവരിനെയും കൊന്നു. ഓക്കെ, അറ്റ് ലാസ്റ്റ് റോബസ്പിയർ, ധാരായി സംഭവം ഉണ്ടാക്കിയ ആള് റോബസ്പിയർ അല്ലേ, അദ്ദേഹത്തിനെയും എന്ത് ചെയ്തു? ഇത് വെച്ചിട്ട് തന്നെ കൊന്നു. വാളെടുത്തവൻ വാളെടുക്കുക. ഓക്കെ, ആ വാളല്ല ശരിക്കുള്ള വാൾ. ഓക്കെ,
The reign lasted until July 1794. ഇത് ഏകദേശം 1794 വരെ നിലനിന്നിരുന്നു. ഇതിനെ പറയുന്ന റെയിൻ ഓഫ് ടെറർ. ഓക്കെ, യെസ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഫ്രം ഫ്രാൻസ് ടു അതർ നേഷൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. ഇത് സംഹൗ യു ഹാവ് ടു ലേൺ. ഇത് എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഓക്കെ, ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ്റെ സ്വാധീനം അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷന് ശേഷം പിന്നീടുണ്ടായ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓരോന്നായിട്ട് പറയാം. സ്റ്റിമുലേറ്റ് ഓൾ ദി അതർ റവല്യൂഷൻസ് ഇൻ ദ വേൾഡ്. അതായത് പിന്നീട് ലോകത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റ് റവല്യൂഷനൊക്കെ ഒരു പ്രചോദനമേകിയ ഒരു സംഭവമായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ. Entered feudal system in Europe and threatened the autocratic rulers. അതായത് രാജാക്കന്മാരുടെ ആ ഒരു വാഴ്ച ഉണ്ടല്ലോ, രാജവാഴ്ച, അതൊക്കെ അവസാനിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഈ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അവരാണ് പറഞ്ഞത് തൊട്ട് ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലം മാത്രമല്ല. അപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള സാധനം മാത്രമല്ല, അവിടുത്തെ ആരാണ്, അവിടുത്തെ ജനങ്ങളാണ് എന്ന് പറഞ്ഞു. ഇന്ത്യയുടെ കാര്യമല്ല പറഞ്ഞു. ഇവരെന്താ പറഞ്ഞത്, ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ, രാഷ്ട്രം ഏത് രാഷ്ട്രവും ആയിക്കോട്ടെ, രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ബൗണ്ടറി മാത്രമല്ല, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ പീപ്പിൾ, ആളുകളാണെന്ന് പറഞ്ഞു. കോൺട്രിബ്യൂട്ട് ദ കോൺസെപ്റ്റ് ഓഫ് പീപ്പിൾ സോവറിറ്റി. ജനങ്ങൾക്കാണ് പരമാധികാരം എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നത് ഇവരായിരുന്നു. ഓക്കെ, ലെറ്റ് ദ എമർജൻസ് ഓഫ് നാഷണാലിസം. ദേശീയതയുടെ ആവിർഭാവം ഉണ്ടായിട്ടുള്ളത് ഇവിടെ നിന്നാണ്. ഹെൽപ്പ് ദ ഗ്രോത്ത് ഓഫ് ദ മിഡിൽ ക്ലാസ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഒരു അപ്ലിഫ്റ്റിങ്ങിന് സഹായിച്ചത് ഇതായിരുന്നു. സ്പ്രെഡ് ദ ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രറ്റേണിറ്റി. അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പറയുന്ന ആശയങ്ങൾക്കൊക്കെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് വന്ന ഒരു സംഭവം കൂടിയായിരുന്നു. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷന്റെ സ്വാധീനം എന്ന് പറയുന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഓക്കെ, ഗ്രേറ്റ്. ആൻഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് when France sneezes, ഫ്രാൻസ് തുമ്മിക്കഴിഞ്ഞാൽ the rest of Europe catches cold. ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ കോൾഡ് പിടിക്കും എന്ന് പറയുന്നു. ദിസ് ഈസ് റിമാർക്ക് ബൈ, ആരാണ് ചോദിക്കാറുണ്ട്, ഇത് ആരാണ് ഈ ഒരു റിമാർക്ക് പറഞ്ഞത്? മെറ്റേണിക് എന്ന് പറയുന്ന ഒരാളാണ്. മെറ്റേണിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പേര് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പറയാം, കാരണം അത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, പിന്നീട് പറയുന്നത് പിന്നീട് ഇതൊക്കെ അധിക വായനക്കുള്ളതാണ്. യെസ്, പിന്നെ നെപ്പോളിയൻ ആണ് കേട്ടോ. നെപ്പോളിയൻ കേട്ടിട്ടുണ്ടോ? നെപ്പോളിയൻ എന്നല്ല, നമ്മളെ ഈ ബുൾജെറ്റിന്റെ വണ്ടിയുടെ പേര് നെപ്പോളിയൻ. അത് ഏത് നെപ്പോളിയനാണ്? ഈ നെപ്പോളിയൻ ആണോ? അറിയുന്നവർ കമന്റ് ചെയ്യൂ. ഓക്കെ, സോ നോക്കാം. നെപ്പോളിയൻ ആൻഡ് ദ ഫ്രഞ്ച് റവല്യൂഷൻ. The French who revolted for noble aims had to survive under the autocratic rule of Napoleon Bonaparte. Okay, for a short period. അതായത് ഇവര് ഈ ഫ്രഞ്ച് സമൂഹം രാജാക്കന്മാർക്കെതിരായിട്ടൊക്കെ നിലകൊണ്ടു ജയിച്ചു, എന്താ പറയുക, ഫൈറ്റ് ചെയ്ത് ജയിച്ച ടീമായിരുന്നു. പക്ഷേ അവസാനം വീണ്ടും അതേപോലത്തെ ഒരു ടീമിനെ അല്ലെങ്കിൽ അതേപോലത്തെ ഒരാളിനിട്ട് അയാളുടെ കീഴിൽ ജീവിക്കേണ്ടി വന്നു. ആ ഒരാളാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഫോർ എ ഷോർട്ട് പീരീഡ്, പക്ഷെ അധിക കാലം ഒന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് കാലത്തേക്ക്. ഓക്കെ, Napoleon played a crucial role in defeating the European alliance which was formed under the leadership of Britain against France in the post-revolution period. Okay, അദ്ദേഹം എന്താ ചെയ്തത് നോക്കിയേ, നെപ്പോളിയൻ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ. അതായത് നെപ്പോളിയന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ടായിരുന്നു in defeating the European alliance which was formed under the leadership of Britain. ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫോം ചെയ്തിട്ടുള്ള യൂറോപ്യൻ അലയൻസിന്റെ ഒരു കൂട്ടായ്മ, അവരായിട്ട് യുദ്ധം ചെയ്യുന്നതിൽ ഭയങ്കരമായിട്ടൊരു ഇമ്പാക്ട്, ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഇയാൾ. ഓക്കെ, ഇയാളൊന്നും പറയാൻ പാടില്ല കേട്ടോ, നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഓക്കെ, he seized the power in France in 1799. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തു? 1799 ഫ്രാൻസിന്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണം നേടിയെടുത്തു. ദോ ആൻ ഓട്ടോക്രാറ്റ്, അദ്ദേഹം ഒരു സ്വേച്ഛാധിപതിയായിട്ടുള്ള, സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര ഒരു രാജാവാണ്, ഞാനാണ് രാജാവ്, ഞാനാണ് മെയിൻ സംഭവം എന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ കൂടി he instituted several reforms in France. അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് പറയാം. നമ്മുടെ ഇത് ചോദിക്കാറുള്ളതാണ് കേട്ടോ, നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കാറുള്ള ചോദ്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്. ഓക്കെ, farmers were made the owners of land. സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. രണ്ടാമത്തെ കാര്യം, formed a sinking fund with the aim to avoid public debt എന്ന് പറയില്ല, ഡെറ്റ് എന്ന് പറയാം. അതായത് പൊതുകടം, ആളുകൾക്ക് കുറെ കടം ഉണ്ടാവില്ല, കുറെ സ്ഥലത്തൊക്കെ പൈസ മേടിച്ചിട്ടുണ്ടാവില്ലോ, അത് തിരിച്ചടക്കാൻ പറ്റാത്തവർക്കായിട്ട് സിങ്കിങ് ഫണ്ട്, തിരിച്ചടക്കേണ്ട
അങ്ങനെ ഒരു ആശയം ഉണ്ടാക്കിയത് ഇദ്ദേഹമായിരുന്നു. ഫോർമഡ് സിങ്കിങ് ഫണ്ട്, അതായത് എടുത്ത പൈസ ഇനി തിരിച്ചടക്കേണ്ട ആവശ്യമില്ല. കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ, ഒരുപാട് റോഡുകൾ ഉണ്ടാക്കി, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഒരുപാട് റോഡുകൾ ഉണ്ടാക്കി. എക്സസൈസ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദി ക്ലർജി, ക്ലർജിയുടെ മേല് എന്ത് ചെയ്തു, സ്റ്റേറ്റിന്റെ കൺട്രോൾ തൽക്കാലത്തിന് ഏൽപ്പിച്ചു. ബാങ്കിങ് കാര്യങ്ങൾ കുറച്ചുകൂടി കാര്യക്ഷമമായി നടത്തുന്നതിനായിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു ഫ്രാൻസ് അല്ല ബാങ്ക് ഉണ്ടാക്കി, ഫ്രാൻസ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, ബാങ്കാണ് ഉണ്ടാക്കിയത്. പ്രിപ്പയർഡ് എ ന്യൂ കോഡ് ഓഫ് ലോ ബൈ കോഡിഫൈങ് ദി എക്സിസ്റ്റിംഗ് ലോ, അവിടെ കുറേ നിയമങ്ങൾ ഉണ്ടായിരുന്നു, ആ നിയമങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഒരു നിയമ സംഹിത ഉണ്ടാക്കി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബോണപ്പാട്ടിൻ നോക്കാം. ഇൻ ഫ്രാൻസ് നാഷണലിസം സ്ട്രെങ്തൻഡ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് നെപ്പോളിയൻ. അപ്പോൾ നെപ്പോളിയന്റെ കാലഘട്ടത്തിലാണ് ദേശീയതയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായത്. വൺ ബൈ വൺ ഹി ഇൻവേഡഡ് ദി അതർ യൂറോപ്യൻ കൺട്രീസ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, നമ്മൾ നെപ്പോളിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാഷ്ട്രങ്ങളായിട്ട് എന്ത് ചെയ്തു, പിടിച്ചടക്കിക്കൊണ്ടിരുന്നു നമ്മുടെ നെപ്പോളിയൻ. ഓക്കെ, the European countries feared that the reforms of Napoleon would spread all over Europe. അപ്പോൾ യൂറോപ്യൻസിനൊക്കെ ആകെ കിളിപ്പോയി, കാരണം ഇയാളിങ്ങനെ പഠിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാ സാധനത്തിനെയും കീഴടക്കി കൊണ്ടുവരികയാണ് നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഓക്കെ, they organized themselves under the leadership of England. അവരെന്ത് ചെയ്തു, ടീമായി, നമ്മുടെ ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിൽ എല്ലാവരും, ആ യൂറോപ്യക്കാരെല്ലാവരും ടീമായി. എന്നിട്ട് എന്ത് ചെയ്തു, ടീമായിട്ട് ഇവനെ അലക്കി. They organized themselves under the leadership of England. It was the ideals of French Revolution and not Napoleon that they were afraid of. Okay, നെപ്പോളിയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അല്ല നമ്മുടെ യൂറോപ്യൻസ് പേടിച്ചിരുന്നത്, കാരണം ഇവരുടെ ആശയങ്ങളെയായിരുന്നു, ഫ്രഞ്ച് റവല്യൂഷന്റെ സമയത്തുണ്ടായിരുന്ന ആശയങ്ങളെയാണ് നമ്മുടെ യൂറോപ്യൻസ് ഭയപ്പെട്ടിരുന്നത്. നെപ്പോളിയൻ വാസ് ഡിഫീറ്റഡ്, നെപ്പോളിയൻ തോറ്റുപോയി ബൈ ദ യൂറോപ്യൻ അലയൻസ് ഇൻ ദ ബാറ്റിൽ ഓഫ് വാട്ടർലൂ. അപ്പോൾ ഏത് യുദ്ധത്തിലാണ് നെപ്പോളിയന് അധികാരം നഷ്ടപ്പെട്ടത്, ഭരണം നഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, വാട്ടർലൂ യുദ്ധത്തിലാണ് കേട്ടോ. ആൻഡ് ലോസ് ഹിസ് പവർ ഇൻ 1815. 1815 അദ്ദേഹത്തിന് ഭരണം നഷ്ടപ്പെട്ടു പോയി. 1815 ഭരണം നഷ്ടപ്പെട്ടു. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ റിഫോംസ് ഓഫ് നെപ്പോളിയൻ എന്ന് പറയുന്ന ഒരു ചോദ്യങ്ങളൂടെ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനുള്ള ഉത്തരമാണത്. ഓക്കെ, സോ നമ്മുടെ ആ ഒരു ഭാഗം കഴിഞ്ഞു. നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ, ഇത്രയുമാണ് നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷനായിട്ട് പഠിക്കാനായിട്ടുള്ളത്. സോ ലെറ്റ്സ് റീക്യാപ്പ്, ഒന്നുകൂടി നോക്കാം. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ഒന്ന് റീക്യാപ്പ് ചെയ്യുന്നതാണ്. ഏറ്റവും ആദ്യം എന്താണ്, ഓക്കെ, ഒരു വെഴ്സൈലസ് കൊട്ടാരം, കുറെ ഡയലോഗ്സ്. അപ്പൊ അതിൽ തന്നെ മനസ്സിലായി രാജാക്കന്മാർ പക്ഷേ കാണുന്നുള്ളത്, അവിടുത്തെ ആളുകൾ പട്ടിണിയെടുത്ത് മരിക്കുന്ന സമയത്ത് ഇവർ ഭയങ്കരമായിട്ടുള്ള ദൂർത്തടിയായിരുന്നു. അങ്ങനെ 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു ഫ്രഞ്ച് സമൂഹത്തിന്, 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു, ക്ലർജി, നോബിലിറ്റി ആൻഡ് തേർഡ് എസ്റ്റേറ്റിലെ ആളുകൾ. തേർഡ് എസ്റ്റേറ്റിലെ ആളുകൾ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചിരുന്നത്. അവർ അവസാനം പറഞ്ഞു ഞങ്ങൾക്ക് വോട്ടിംഗ് സിസ്റ്റം വേണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനൊക്കെ കാരണമായിട്ടുള്ള ആരാണ്, വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ, ഇവരൊക്കെ എന്ത് ചെയ്തു, ഇവര് കുറച്ചും കൂടി നേതൃത്വം നൽകുന്ന രീതിയിൽ കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഇവര് തേർഡ് എസ്റ്റേറ്റ് ടേക്സ് ലീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് മുന്നോട്ട് വരുന്നു. അവരെന്ത് പറഞ്ഞു, കോമൺസ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തു, അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഓരോ സിംഗിൾ വോട്ടിംഗ് സിസ്റ്റം വേണം എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ടെന്നീസ് കോർട്ട് ഓത്ത്, പിന്നെ കുറെ വർഷങ്ങൾ 1789, 1789, 1789, 1792, പിന്നെ ഗില്ലറ്റിൻ, അത് ശരിക്കും പഠിക്കാനായിട്ടില്ല നിങ്ങൾക്ക്, എങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ ഫ്രഞ്ച് റവല്യൂഷന്റെ സ്വാധീനം, അതിനുശേഷം നമ്മുടെ മെറ്റേണിക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ്, പിന്നെ 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 നെപ്പോളിയനും ഫ്രഞ്ച് റവല്യൂഷനും, നെപ്പോളിയന്റെ റീഫോംസ് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളതാണ് എക്സാമിന്. അതിനുശേഷം നെപ്പോളിയന് ഭരണം നഷ്ടപ്പെട്ടത് വാട്ടർലൂ യുദ്ധത്തിൽ 1815. യെസ്, ദാറ്റ്സ് ഓൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സോഷ്യൽ ഫ്രഞ്ച് റവല്യൂഷനിൽ പഠിക്കാനായിട്ടുള്ളത്. അടുത്ത നമ്മുടെ വീഡിയോ പഠിക്കുന്നത് ദ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ, കുഞ്ഞു ചാപ്റ്ററാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാം. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. സോ താങ്ക് യു.